وعلى آله وأصحابه أجمعين أما بعد قال الله تعالى في القرآن المجيد والفرقان العظيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا ونبينا ومولانا محمد وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറ്റമില്ലാത്ത അനുഗ്രഹവും ഫളലും കൃപയും കൊണ്ട് നമ്മെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഖൈറു ഉമ്മത്താക്കി ലോകത്തേക്ക് അല്ലാഹു നമ്മളെ സൃഷ്ടിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായതിൽ സന്തോഷവും അവസ്ഥയും അല്ലാഹു നമുക്ക് നൽകി. അൽഹംദുലില്ലാഹ്. ബഹുമാനികളെ, ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ഖാളി നവറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ ഒന്നാമത്തെ ഉറൂസ് അനുസ്മരണ സമ്മേളനത്തിലാണ് അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, കുട്ടായി ഖാളി അബ്ദുള്ള കുട്ടി മുസ്ലിയാർ സൈഫുല്ലാ ഷാ നൂരി നവറല്ലാഹു മർക്കദഹു മഹാനവറുകളെ ഓർക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് നന്നായി അറിയാം. മറ്റ് സിൽസിലയുടെ അഹ്ലുകാർക്കും അധിക ആളുകളും മഹാനവറുകളുമായി വളരെ അടുത്ത് ഇടപഴകിയവരും ഹജ്ജ് യാത്രയിലും ഉംറ യാത്രയിലും ഹൈദരാബാദിലും അജ്മീർ ഷരീഫിലും തുടങ്ങി മഹാനവറുകളെ പഠിക്കാത്തവർ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് 25-ലധികം വർഷം ഖാളിയായി സേവനം ചെയ്ത ഈ രാജ്യത്തെ കൂട്ടായി മാത്രമല്ല, ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള പല മഹല്ലുകളുടെയും ഖാളിയായിരുന്ന മഹാനവറുകൾ നമുക്ക് ഏവർക്കും എല്ലാ നിലക്കും മാതൃകയാണ്. യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് നിന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കളെയും ആരിഫീങ്ങളെയും എങ്ങനെയാണ് ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ അവന്റെ ഔലിയാക്കൾ മുറബ്ബിയായ മശായിഖന്മാരെ ആദരിക്കേണ്ടതിലും ബഹുമാനിക്കേണ്ടതിലും നമുക്ക് നല്ല മാതൃകയാണ് ബഹുമാനപ്പെട്ട ഖാളിയിലുള്ളത്. പ്രത്യേകിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക്. നിങ്ങൾക്കറിയാം, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, ഖാളിയായിരുന്നു, എല്ലാ നിലക്കും പക്വതയുള്ള, എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം നൽകുന്ന, നിങ്ങൾക്ക് പിൻപറ്റാൻ പറ്റിയ നല്ലൊരു ഖാളിയും മുർഷിദും ഒക്കെയായിരുന്നു മഹാനവറുകൾ. അദ്ദേഹം നല്ല മഹാനായിരുന്നു എന്ന് പറഞ്ഞ് നാം മതിയാക്കാതെ, പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ മാതൃക നാം സ്വീകരിക്കലാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം. മഹാനായ ഖാളി എങ്ങനെയാണ് നമുക്ക് ജീവിച്ച് കാണിച്ചത്? അദ്ദേഹം പണ്ഡിതനാണ്. അദ്ദേഹത്തിന് അറിയാം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഏതാണ്, ശരിയായ ഷെയ്ഖ് ആരാണ്, ഒരു ഷെയ്ഖിന്റെ ദൗത്യം എന്താണ്, ഈ കാലഘട്ടത്തിൽ ഒരു ഷെയ്ഖ് ആവശ്യമാണ് അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ഖാളി ഷെയ്ഖിനെ സ്വീകരിക്കുകയും മറ്റ് ഭാഗങ്ങളിൽ നിന്ന് എന്തെല്ലാം അപശബ്ദങ്ങൾ ഉണ്ടായെങ്കിലും അതൊന്നും തിരിഞ്ഞു നോക്കാതെ അതെല്ലാം സത്യത്തിന് വിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ട ഖാളി ഈ യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് സിൽസില നൂരിയയിൽ അടിയുറച്ചു നിൽക്കുകയും അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മാതൃകയായിട്ടുണ്ട്. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്പക്ഷമായി ചിന്തിച്ച് ആ മഹാനായ ഖാളിയെ പിൻപറ്റാൻ നാട്ടിലുള്ള ജനങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഷെയ്ഖ് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാണ് ബഹുമാനികളെ. അത് ഔറാദുകളും വലായിഫുകളും ഓദിപ്പിക്കുന്ന ഷെയ്ഖിനെ കിട്ടിയാൽ പോരാ, നമ്മുടെ ആന്തരികത്തിലുള്ള അഴുക്കുകളെ കഴുകി വൃത്തിയാക്കി തരുന്ന, നഫ്സിനെ ശുദ്ധീകരിച്ചു തരുന്ന, നിസ്കാരത്തിൽ ഇഖ്ലാസ് ഉണ്ടാക്കി തരുന്ന, നമ്മുടെ എല്ലാ അനക്കങ്ങളിലും അടക്കങ്ങളിലും ലില്ലാഹിയത്ത് അള്ളാഹ്ക്ക് വേണ്ടി എന്ന അവസ്ഥ ഉണ്ടാക്കി തരുന്ന ഒരു ഷെയ്ഖ്
നമുക്ക് അത്യാവശ്യമാണ്. അതില്ലാതെ നമുക്ക് വിജയം പൂർത്തീകരിക്കപ്പെടുകയില്ല എന്ന ഒരു ദൗത്യമാണ് മഹാനായ ഖാദി ഇവിടെ കാഴ്ചവെച്ചത്. ആയതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ മാതൃക സ്വീകരിച്ച് മഹാനവറുകളുടെ ആ സിൽസിലയില് ആ ഖാദിരിയ ചിശ്തിയ ത്വരീഖത്തിൽ കണ്ണു ചേരാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഖാദി അവറുകളുടെ ദർജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. പല പ്രസംഗങ്ങളിലും എഴുത്തുകളിലും നമ്മൾ ഒന്നിച്ചിരുന്ന് പലതും സംസാരിക്കുമ്പോഴും ഖാദിയാർ പറയുമായിരുന്നു, ബഹുമാനപ്പെട്ട ശൈഖുനാ തങ്ങളെയോ അവിടുത്തെ സിൽസിലനെയോ എതിർക്കുന്നത് വെറുതെയാണ്. അതിന് യാതൊരു തെളിവും എതിർക്കുന്നവരുടെ ഭാഗത്തില്ല. കെട്ടിച്ചമച്ചുണ്ടാക്കി സുന്നത്തിയമായത്തിന്റെ ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് പറയുന്നു എന്നല്ലാതെ ബഹുമാനപ്പെട്ട തങ്ങളിലോ തങ്ങളുടെ ത്വരീഖത്തുകളിലോ തങ്ങളുടെ ജീവിതത്തിലോ ശറഅന് വിരുദ്ധമായ ഒരു കറാഹത്ത് പോലും തെളിയിക്കാൻ തയ്യാറല്ലെന്ന് ബഹുമാനപ്പെട്ട ഖാദി എപ്പോഴും പ്രഖ്യാപിക്കുമായിരുന്നു. ആ ഇത്രയും ഉന്നതനായ ഈ മഹാൻ, ഈ വ്യക്തിത്വം, ഈ മഹാന്റെ ജീവിതം മാത്രം മതിയായതാണ് ഈ കൂട്ടായുള്ള ജനങ്ങൾക്ക്. പ്രിയമുള്ള സഹോദരന്മാരെ, ഷെയ്ഖ് എന്നത് നമ്മുടെ ശരീരത്തിൽ ആത്മാവ് നമുക്ക് എത്ര അത്യാവശ്യമാണോ എന്നതുപോലെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് അത്രയും അത്യാവശ്യം